വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നത് വണ്ടർലയിലേക്കാണ്. ആര് പറഞ്ഞു വണ്ടർലയിലേക്കാണെന്ന്? സിൽവർ സ്റ്റോം അല്ലേ? എനിക്കതല്ല ഒരുപോലെ തോന്നാം. സോ സിൽവർ സ്റ്റോമിലേക്കാണ്. കുഞ്ഞിലെ വളരെ കുഞ്ഞിലെ പോയൊരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും വലിയ മുതുക്ക് ഗേൾസ് ആയിട്ട് പോകുന്നത്. മുതുക്ക് ഗേൾസ് ആയിട്ട് പോകുന്നത് ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ചാലക്കുടി കഴിഞ്ഞിട്ട് അപ്പൊ പോകാം. ഇതിനകത്ത് എന്തൊട്ട് ബ്രൈറ്റ്നെസ് ആണ് എന്റെ മോളെ. അല്ല ഇതിലെടുത്തോളൂ. പുല്ലുമേലേക്ക് നീ എങ്ങോട്ടാ പോണേ? Guys, we have started. നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രോസ് ഹായ്, പീസ് ഔട്ട്. രണ്ട് കത്തി വേഷങ്ങൾ ഇല്ല, ഞാൻ പാവം. അൽ സെലിബ്രിറ്റിയുടെ കൂടെ ഇരിക്കുന്നത്. കല്യാണത്തിന്റെ സമയത്തല്ലായിരുന്നോ? ഞാൻ എന്റെ ഗോഗിൾസ് ഒക്കെ എടുത്തിരിക്കട്ടെ. ഞാൻ സെലിബ്രിറ്റി അപ്പൂസിന്റെ ആ വിഷമം തീർന്നു. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ അപ്പൂസിനെ പുറത്ത് എവിടെയും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ അപ്പൂസിന് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൂസിന്റെ സന്തോഷം ആവട്ടെ. സിൽവർ സ്റ്റോം എത്തി. ആദ്യം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എത്തി. എന്നാലും എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് കയറാമെന്ന് ഓർത്തു. അങ്ങനെ ഞങ്ങൾ പൊറോട്ടയാണ് ആദ്യം കഴിച്ചത്. ഇവർ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ചു. കാരണം ഉച്ചയ്ക്ക് ലഞ്ച് കുറച്ച് ഡിലേ ആയാലും പൊറോട്ട ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ. ആ ഒരു ഇതിലാണ്. പിന്നെ വലിയ ക്രൗഡൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും റൈഡിൽ ഒറ്റയ്ക്കായിട്ടാണ് ഇരിക്കണം. ഞാൻ ഒരിടത്തിലുണ്ട്, ഒരു കേജിലുണ്ട്. അവിടെ അവരുന്ന് കൂവലൊക്കെ കേൾക്കുന്നുണ്ട്, കൂതൊക്കെ. അപ്പൊ ഞാൻ എവിടെ ഇരിക്കും എന്നൊക്കെ. എൻ്റെ ഊഴം കഴിഞ്ഞു. അടുത്തത് ഞാൻ അനുവിന് കൊടുക്കുകയാണ് കേട്ടോ. അനു ശരിക്കും ഡ്രൈവിംഗ് ഒന്നും പഠിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആള് ഇതിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഇടി കിട്ടി. നടുവിനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. ഡ്രൈവിംഗ് പഠിച്ചു. ഇനി പോകാൻ നേരത്തെ ഞാൻ വണ്ടി ഓടിക്കും. നമുക്ക് ബസ്സിന് പോവാം. ടില്ലറൊക്കെ മാറിയിരിക്കാം.
ഞാനിക്കാണ് ഇപ്പൊ വഴി നിന്നേ. സാധാരണ ഉള്ളതിനേക്കാളും വലിയ തിരക്ക് കുറവായിരുന്നു ഇത്തവണ പോയപ്പോൾ. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് റൈഡ്സിലൊക്കെ കയറിയിട്ടാണ് സ്നോ സ്റ്റോമിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അവിടെ അവർലി 1 അവർ കഴിയുമ്പോഴാണ് ഓരോരുത്തർ ഓരോ ഗ്യാങ്ങായിട്ട് ഇങ്ങനെ കയറ്റുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ കയറിയിട്ട് നമ്മൾ അവിടേക്ക് പോവാണ്. നമ്മള് നോക്കി വെക്കൂലേ, അവിടെ ക്യാമറ ഉണ്ട്. നമ്മള് പോയി ഒരുമിച്ച് അല്ലെങ്കിൽ ഓടിയതാണോ? നമ്മൾ ചൈനീസ് വില്ലേജിലേക്കാണ് പോകാൻ പോകുന്നത്. അങ്ങനെ ഏകദേശം 12 മണിക്ക് നമ്മൾ സ്നോ സ്റ്റോമിലേക്ക് കയറാൻ വേണ്ടിയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അത്യാവശ്യം നല്ല വിൻ്റർ ജാക്കറ്റും അതുപോലെ ഷൂസും കാര്യങ്ങളെല്ലാം വെയർ ചെയ്തിട്ട് വേണം കയറാനായിട്ട്. -10 ആണ് ഇവിടുത്തെ ടെമ്പറേച്ചർ എന്നാണ് പറയുന്നത്. പക്ഷേ അത്രയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും കൊള്ളാമായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾക്ക് വഴിയേ കാണാൻ പറ്റും. അപ്പോൾ പോകുന്നതിന് മുന്നേ ഉള്ള ഞങ്ങളുടെ തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ പോണ്ടേ? ശരിക്കും ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഏറ്റവും വേർത്തായിട്ട് തോന്നിയത് സ്നോ സ്റ്റോം തന്നെയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു സ്നോയിൽ തന്നെ. അപ്പം ഇവിടെ വരുന്നവർ കൂടുതലും സിൽവർ സ്റ്റോമിൽ മാത്രം ബുക്കിംഗ് എടുക്കാതെ സ്നോ സ്റ്റോമിലും കൂടെ നോക്കുക. കാരണം അവിടെയായിരിക്കും നിങ്ങൾ കൂടുതലും എൻജോയ് ചെയ്യുക. ഞങ്ങൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. ഈ എല്ലാ ആക്ടിവിറ്റീസും കഴിഞ്ഞ് ലാസ്റ്റ് ഇവിടെ നമുക്കൊരു ചെറിയൊരു DJ പോലൊരു പരിപാടികളുണ്ട്. അപ്പോൾ അതും ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടോ. എവിടെ പോവാണ്? അവിടുന്ന് വന്നത് ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കണം. എന്നാ നിങ്ങളില്ലേ, ഞാൻ ഇവിടെ എടുക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ.
ഓ ആ പറഞ്ഞാലും മഞ്ഞ് വീണ സാധനം ഉണ്ട് അവിടെ പോയിരുന്ന് എടുത്താൽ പോകും. ഇതിനകത്ത് വീഴോ നമ്മളിങ്ങനെ സ്റ്റോമിന്ന് ഇതാ ഇറങ്ങിയുള്ളൂ. ഇനി കോസ്റ്റ്യൂം ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ വെള്ളത്തിലോട്ട് പോവാണ്. യെസ്. അപ്പൊ അധികം ഫോൺ ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല വെള്ളത്തിലായതുകൊണ്ട്. പറഞ്ഞോളൂ. ആ വെള്ളത്തിലല്ല. സ്നോ അടിപൊളി, ഒരു രക്ഷയില്ല. കുളുമണാലി പോകുന്നത് ഇവിടെ ലാഭിച്ചു നമ്മള്. അതിന്റെ ഇടയിൽ മോയ്സ്ചറൈസർ, ഇവിടെ സ്കിൻ കെയർ ഇമ്പോർട്ടന്റ്, മുഖ്യം ബിഗില്. കൈയൊക്കെ ഒരു വകയാറുണ്ട്. അങ്ങനെയാണ് സ്നോ തണുപ്പ് അങ്ങനെയുള്ള സമയത്ത് കൈയൊക്കെ ഇതിട്ട് കൊടുക്കണം. കൈയൊക്കെ ഒരുമാതിരി ഡ്രൈ ആയി. ഇല്ല, അത് ഇട്ട് കൊടുക്കണം. അങ്ങനെയാണ്. എനിക്കും തരാൻ. വേണം. എനിക്ക് വേണ്ട. ഇട്ടോ. ഡ്രൈ ആവും, ഭയങ്കര ഡ്രൈ ആവും. എന്റെ കൈ നോക്കിയത് ഇതുണ്ടോ? Okay, bye. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിലിറങ്ങിയതൊന്നും നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഫോൺ വണ്ടിയിൽ വെച്ചിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ വാട്ടറിലുള്ള എല്ലാ ആക്ടിവിറ്റീസും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ സിൽവർ സ്റ്റോമിന് ഓപ്പോസിറ്റുള്ള തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വൈൻഡപ്പ് പറഞ്ഞാലും ചെറിയൊരു വീഡിയോ ക്ലിപ്പും കൂടി ഉണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ആനക്കുട്ടനും കൂടെ കണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ. എവിടെ സൂം ചെയ്യാൻ പറ്റണില്ല. അവിടെ നിൽക്കാം. അപ്പൊ ഇവർക്കൊന്നും പേടിയില്ലേടാ? മോളെ